ഞാനിവിടെ വിളിച്ചിട്ടുള്ള കാരണം ഞാനിവിടെ ഒരു അഭിമുഖം സ്റ്റേജിൽ ഇരുത്താൻ ഉദ്ദേശിച്ചല്ല, എന്നാലും ഒരു കാര്യം ഞാൻ കേട്ട് അതറിയാൻ വേണ്ടി, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വലിയ അഭിമുഖമായിട്ട് കാണാം. ഈ മുഹറം 10 നോമ്പനുബന്ധിച്ചിട്ട് കുറച്ച് ആശ്വാസത്തിനെ പറ്റിയിട്ട് കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. ഈ മുഹറം 10 പല സവിശേഷതകളും മൂസാ നബി ചെങ്കടൽ ദിവസം അതും പിന്നെ അതിനൊക്കെ പാപമോചനം നമ്മൾ സ്വീകരിച്ച സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കർബല അങ്ങനെ ഇതുണ്ട്. അതിനെപ്പറ്റി കുറച്ചെന്തോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ശരിക്കും മുഹറം 10 ശ്രേഷ്ഠല്ല. ഈ കർബല ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ശരിക്കും ഒരു ദുഃഖമാണ്. കാരണം നബി കുടുംബവും അപ്പുറത്ത് ഇസ്ലാമിക് ഭരണകൂടം തമ്മിലുള്ള യുദ്ധമാണ്. ഈ അലിയാരുടെ കുടുംബം, അതായത് നബി കുടുംബത്തെ എങ്ങനെ ഒഴിവാക്കാം, അതായത് അവർക്ക് യാതൊരു ഇല്ലാതാക്കിയിട്ട് പുതിയ ആശയങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് അന്ന് മുതൽ തുടങ്ങിയത്. അതായത് നബി വഫാത്ത് മുതൽ ശരിക്കും കർബല എന്ന് മുഹറം 10 നമ്മൾ വരുമ്പോൾ ശരിക്കും ബാറ്റിലേക്ക് പോകണം, നബി വഫാത്തിലേക്ക് പോകണം. അവർക്ക് എഴുതി ഖിലാഫത്ത് കൊടുക്കാതെ അവർക്ക് അങ്ങനെ കഴിഞ്ഞ് 4ാമത്തെ വെരിഫൈയാണ് അലിയാണ് വരുന്നത്. അതിനുശേഷം പിന്നെ യുദ്ധങ്ങൾ നടക്കണം, ജമൽ യുദ്ധം, സഫീൻ യുദ്ധം, അങ്ങനെ ഉസ്മാന്റെ ഗാഥകളെ കണ്ടെത്തിയാണ് അല്ലെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ അലിയാണ് മരിക്കുന്നത്. അത് ക്രിസ്തു വർഷം 661 ഒരു വ്യക്തി അലിയാണ് കൊല്ലുന്നത്. അങ്ങനെ മകൻ ഹസൻ ഇതിലേക്ക് കയറുന്നത്. അതൊക്കെ ഇപ്പോൾ മുആവിയുണ്ട്. അതായത് ഇപ്പോഴത്തെ മൂല്യമാർക്കത് പറഞ്ഞാൽ മനസ്സിലല്ല, അവർക്ക് മുആവിയ എന്ന് പറയുമ്പോൾ ലളിതബന്ധമാണ്. നേരെ വെച്ച് ഈ ഒരു കർബല യുദ്ധത്തിലെ മെയിൻ ഹെഡാണ് മുആവിയാണ്. അവരുടെ മകൻ യസീദിന് ഭരണം കൊടുക്കണം. യസീദ് എന്ന് പറഞ്ഞാൽ കള്ളുകൂടിയും അതുപോലെ തന്നെ അങ്ങനെ തണുത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ മൂല്യമാർ പറഞ്ഞതെന്ന് വെച്ചാൽ മുആവിയക്കത് അറിയില്ല, മകൻ യസീദ് കള്ളുകൂടിയാണ് അല്ലെങ്കിൽ പെണ്ണുള്ളത് അറിയില്ല. ഒരു രാജ്യത്തിന്റെ രാജാവിന് മകനെ കുറിച്ച് അറിയണ്ടോ, മകൻ എങ്ങനെയായിരുന്നു ഭരണം ഏൽപ്പിക്കാൻ പറ്റുക. അപ്പൊ ശരിക്കും നോക്കി മകൻ ഭരിക്കുക എന്നുള്ളൊരു സംഭവം ഇസ്ലാമിലില്ല, ജനങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മകൻക്ക് ഭരണം കൊടുക്കണം യസീദ്. അങ്ങനെ കൂഫയിലുള്ള ജനങ്ങൾ ഹുസൈൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം ഒന്നാമത്തെ യസീദ് എന്ന് പറയുന്നത് കള്ളുകൂടിയും പെണ്ണുകൂടിയും അങ്ങനെ നടക്കുന്നതാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ. അപ്പോൾ കൂഫയിലുള്ള ജനങ്ങളൊക്കെ കൂടിയിട്ട് ഹുസൈൻ കത്തെഴുതി അങ്ങ് വരണം, അങ്ങ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കത്തെഴുതിയപ്പോൾ ഇവിടുന്ന് വെറും ഒരു 72-73 100 വീടുള്ള ഒരു കുടുംബമാണ് പോകുന്നത്. നബിന്റെ കുടുംബം പോവാണ്. അത് യുദ്ധം ചെയ്യാനല്ല, ചരിത്രങ്ങൾ കാണാൻ സമാധാനമായി ചർച്ച ചെയ്യാൻ വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി പോകണം. പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിനാണ് ജീവിച്ചത്, ഖിലാഫത്തിൽ നിന്ന് മാറിയാണ് പോണത്. അങ്ങനെയാണ് അവരുടെ വഴിയിൽ വെച്ച് തടയുന്നത്. അതായത് ഒരു ഹിജ്റ 2 മുഹറം 2 കർബല വെച്ച് തടയുന്നത്. യസീദിന്റെ ആളാണ്, യസീദിന്റെ ഗവർണർ അവരുടെ പടയാളികളോട് കൂടിയിട്ട്, യസീദിന്റെ ഗവർണർ സിയാദാണ്, ഇബ്നു സിയാദാണ്. അവരെ കൂടിയിട്ട് തടഞ്ഞ് ഒരു 10 ദിവസം വെള്ളം അങ്ങനെയൊന്നും നിഷിദ്ധാക്കിയിട്ട് 10 ദിവസം അവിടെ നിർത്തി യുദ്ധം കാര്യങ്ങൾ ചെയ്തു. അതിൽ മുഹറം 10 അന്നാണ് ഹുസൈൻ വെച്ചിട്ടുണ്ട്. ശരിക്കും മുഹറം 10 എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് വിഷമമുണ്ട്. ഒരു നബി, കാരണം ഹുസൈൻ നബിന്റെ പേരക്കുട്ടികളായിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടിട്ടുണ്ട്. നോമ്പ് മുന്നേ ഉണ്ടായിരുന്ന നോമ്പിന് ചെറിയ സംശയം എന്ന് പറഞ്ഞാൽ നബി ഒരിക്കൽ മദീനയിൽ നടന്നു പോകുമ്പോൾ ജൂതന്മാർക്ക് നോമ്പുള്ളതായിട്ട് കണ്ടു. അപ്പോൾ നബി ജൂതരോട് ചോദിച്ചു എന്തെങ്കിലും നോമ്പ് പറ്റിയെന്ന് വെച്ചപ്പോൾ ജൂതൻ തിരിച്ചു പറഞ്ഞിട്ട് എന്താണ് മൂസ, ഞങ്ങൾ മൂസയെ ഫിറോയിൽ നിന്ന് രക്ഷിച്ചത് എന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് വെക്കുന്നത്. അപ്പോൾ നബി അവിടുന്ന് തീരുമാനിക്കുക, മൂസയ്ക്ക് നിങ്ങളെക്കാൾ അവകാശം ഞങ്ങൾക്കാണ്, കാരണം ഞങ്ങൾ ആ ഒരു പരമ്പരയിൽ വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് വെക്കും. പോരാത്തതിന് 9 ചേർത്തെടുക്കുന്നത്, അത് അവരിൽ പെടാതിരിക്കാൻ പറ്റില്ല. പക്ഷെ 9 നബി എടുത്തിട്ടില്ല, അതിന് നബി വഫാത്തായിരുന്നു. ചെറിയൊരു വൈദ്യുതി എന്ന് വെച്ചാൽ 23 കൊല്ലം നബി നബുവത്ത് നടത്തിയ മനുഷ്യനാണ്. 23ാമത്തെ കൊല്ലമാണ് നബി അറിയുന്നത് നബിയുടെ നോമ്പ് വരുന്നത്. ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ 9 ചേർത്തെടുക്കുന്നതാണ്. പക്ഷെ അടുത്ത വർഷത്തിന് നബി ഉണ്ടായില്ല. 23 കൊല്ലം നബുവത്ത് നടത്തിയിട്ടുള്ള ആള് ഈ ഒരു നോമ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ശേഷം പറഞ്ഞല്ലോ
നോമ്പെടുക്കണം. അതില് കഴിഞ്ഞു വരാൻ പോകുന്ന വർഷത്തെ പാപങ്ങൾ ഇതൊക്കെ ഒരു ഹദീസ് ക്രമത്തിൽ വന്നിട്ടുള്ള സംഭവം. ഇതേ നോമ്പന്നെ ഷിയാക്കൾ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സുന്നികൾ നോക്കുന്നത് വെച്ചാൽ ആ ഒരു വിഭാഗം ആളുകൾ നോക്കുന്നത് വെച്ചാൽ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി. അല്ല, ത്യാഗത്തിന്റെ ഇവിടെ കാരണം ഇവര് ചില ഷിയാക്കൾ 1 മുതൽ 10 വരെ നോക്കുന്നുണ്ട്. കാരണം ഈ ഷിയാക്കൾ ഈ കറുപ്പ് വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഈ നെഞ്ചത്തടിച്ചിട്ടുള്ള ഇപ്പൊ ഹുസൈനിയൻ ഷിയാക്കളുണ്ട്. ഈ ഹുസൈൻ തന്നെ ഒരു വിഭാഗത്തിലുള്ള ഷിയാക്കളുണ്ട്. അവര് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് അന്ന് അവരുണ്ടായിരുന്നില്ല. അന്ന് കർബലയിൽ അവരുണ്ടായിരുന്നെങ്കിൽ ഹുസൈൻ ഈ അവസ്ഥ വരില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ സ്മരിച്ചിട്ട് സ്വന്തം ശരീരം വേദനിപ്പിക്കുന്ന സംഭവമാണ്. അത് ഒരു വിഭാഗം ആളുകൾ ശരിയെന്ന് പറയുമ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇതിൽ കൂടിയിട്ട് അവരുള്ളതുകൊണ്ട് നമുക്ക് കർബല എന്നുള്ളത് ഇന്ന് ഓർമ്മ പറ്റുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു നോമ്പിലൂടെ അങ്ങനെ പോകുന്നു. നോമ്പും ഒക്കെ നല്ലതാണ്. സമർപ്പിക്കുക എന്നുള്ളതാണ് നോമ്പില്ലേ, അതൊക്കെ നല്ലതാണ്. ഈ ഷിയാക്കൾ നോമ്പൊക്കെ അവർ 1 മുതൽ 10 വരെ നോക്കുന്നു. കാരണം വെച്ചാൽ 1 മുതൽ 10 വരെ വീട്ടിൽ വെള്ളം ഭക്ഷണം ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ഓർമ്മക്ക് ഞങ്ങൾക്കും വെള്ളം ഭക്ഷണം വേണ്ടതായിട്ടുള്ളതും അവർ നോക്കുന്ന ഒരാളുകൾ. ഇല്ല, നോമ്പിന് ചില പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസത്തെ ഇപ്പൊ ഏതൊരു പ്രസംഗം എടുത്തു നോക്കി നോമ്പിനെ പറ്റിട്ടോ ഈ 1 മുതൽ തുടങ്ങിയിട്ടുണ്ടാവും പ്രസംഗം. ആ നോമ്പിന്റെ ഈ പ്രത്യേകത ഇന്ന പറഞ്ഞു കൊടുക്കും, കഴിഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു വീടും കർബലയിൽ പറയാനുണ്ടാവില്ല. ദാഹിച്ചിട്ട് ചെറിയ മകലിരുന്ന ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചു 6 മാസമായിട്ടുള്ള അതിന് വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞ കുട്ടീനെ അവിടെ വെച്ചിട്ട് മാറിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കുട്ടീനെ അമ്പലത്തിൽ കൊണ്ടുവരുന്നു. ഒരു 6 മാസം പ്രായം. ആ ഒരു കഥ, ആ ചരിത്രം നമുക്ക് ആരും പറഞ്ഞിട്ടുണ്ട്. ചരിത്രം പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? ചരിത്രം എന്നുള്ള ലെവലിൽ അങ്ങനെ പഠിപ്പിച്ചങ്ങനെ മെല്ലനും വിടുള്ളൂ. പക്ഷെ ഈ ചരിത്രം പഠിപ്പിക്കുമ്പോൾ മുആവിയ ആരാണ്, യസീദ് ആരാണ്, അലിറലി ആരാണ്, അവിടുന്ന് മുദ്രകൾ പഠിപ്പിക്കണം. ഇതതില്ല, ഇത് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. മക്ക ഫത്തയിലാണ് ഇസ്ലാം സ്വീകരിച്ചു. അബൂ സുഫിയാനും മകൻ മുആവിയ, അവർ രണ്ടാളും മക്ക ഫത്തയിലാണ് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് വർഷത്തെ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഹിസ്റ്ററിയിലൊക്കെ ഫക്കീറായി ജീവിച്ചിട്ട് ഫക്കീറായി മനസ്സിലാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു പാട്ടൊക്കെ അതിന് മുന്നേ കള്ളൂടി പക്ഷെ പിന്നീട് അങ്ങോട്ടും ഭരണം അറിയാതല്ല, അറിഞ്ഞിട്ടല്ല. കാരണം ഒരു കരാറുണ്ടായിരുന്നു അസംബ്ലിയിൽ ഭരണം എടുത്തിട്ടുണ്ടായിരുന്നു അറിയുന്നതിന് ശേഷം. അസംബ്ലിയിൽ ഭരണം ഏറ്റെടുത്തപ്പോൾ മുആവിയ അവരുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ മകനിക്ക് ഭരണം വരാൻ പാടില്ല എന്നത് പറഞ്ഞിട്ട് അപ്പൊ അസംബ്ലിയിലും ഭരണത്തിന് മെല്ലെ മാറി കൊടുത്തു. അത് അസന്റെ സമാധാന ഭരണമാണ് ആ ഒരു വർഷം അറിയിക്കുന്നത്. അങ്ങനെ മാറി കൊടുത്തപ്പോൾ ഒരു കരാർ വെച്ചിട്ടുണ്ടായിരുന്നു മുആവിയക്ക്. അതായത് ഭരണം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ തീരുമാനിച്ചിട്ട് വേണം കയറാൻ കഴിയുന്നത്. പക്ഷെ ജനങ്ങളോടൊന്നും ചോദിക്കാതെ മുആവിയ മകനെ രാജാവാക്കി മാറ്റിയപ്പോ അവിടെ അത് ചോദിക്കാൻ പോയതിനാണ് 72 ആൾക്കാർ പോയിരുന്നു. വിഷയം പറഞ്ഞത് കർബലയുടെ വിഷയം നോമ്പ് മുഹറം 10 എന്ന് പറയുന്നത് അതൊരു നോമ്പ്. പിന്നെ അതുപോലെ ഒരുപാട് വിശേഷ ദിവസങ്ങൾ മുഹറം 10 കുറെ കേട്ടിട്ടുണ്ട്. സൃഷ്ടിച്ചതെന്നാണ് ഇഷ്ടംപോലുണ്ട്. നൂനബിയുടെ കപ്പല് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അയ്യൂബ് നബിനെ അസുഖങ്ങൾ വേറെക്കുന്ന ദിവസം, യൂനുസ് നബിനെ തിമിംഗലം പുറന്തള്ളപ്പെട്ട ദിവസം, കുറെ സവിശേഷതയൊപ്പം ഒരു കർബല. അത്രേ കർബലയാണ് ഈ സവിശേഷതകളല്ല. കുറെ സവിശേഷതകളുണ്ട്. നൂറിന്റെ ആദനബിന്റെ കുറെ നബിമാരെ ഈസാ നബിനെ ഉയർത്തിയതും അന്നാന്നൊക്കെ ചിലത് മോചിതനാക്കിയത് അന്നാണ്. അതും അങ്ങനെ ചിലത് പറഞ്ഞില്ല. പക്ഷെ ഈ സവിശേഷതകളല്ല മെയിനായിട്ട് നമുക്ക് പോകേണ്ട കഴിയില്ല. കാരണം ഒരു അഹ്ലു ബൈത്ത് നൽകുന്ന നബി കുടുംബം, നബിന്റെ ഒരു 72 അംഗങ്ങൾ നബി കുടുംബത്തെ ഇസ്ലാമിക് ഭരണകൂടമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തെ മെയിനായിട്ട് വെക്കുന്നു. പക്ഷെ അതാരും അങ്ങനെ മെയിനായി വന്നില്ല. പിന്നെ നോമ്പ് കാര്യങ്ങൾ നോമ്പ് അതിന് പ്രസക്തി കൊടുക്കുന്നുണ്ട്. രണ്ടും കൊടുക്കുന്നു. പക്ഷെ ഒന്ന് ത്യാഗത്തിന് വേണ്ടിയിട്ടാണ്, ഒന്ന് പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു വർഷത്തെ പാപം കൊടുത്തിട്ട് പിന്നെ അത്രയും ക്ലീൻ ആയിരുന്നു. പിന്നെ അടുത്ത വർഷം പാപം ചെയ്താൽ മതി. അടുത്ത മുറം വരുമ്പോൾ ഒരു വർഷത്തിൽ അതും നബി പറയുന്നത് പുറത്ത് തന്നേക്കാൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നുണ്ട്. പുറത്ത് തരാണെന്ന് പറഞ്ഞില്ല. അത്
ബുഹാരി മുസ്ലിം അത് നബി നോറ്റിട്ടില്ല എന്ന് പറയാൻ നബിയുടെ ആ time നബിന്റെ മുന്നേ അതായത് നബി അറിഞ്ഞത് ആ സമയത്ത് ആ സമയത്ത് നോക്കും. പക്ഷെ അതിന് മുന്നേ ഉണ്ട്. കാരണം ജൂതന്മാരെ നമുക്ക് നോക്കിയിരുന്നത് അതന്നെ പറഞ്ഞത് മുസനബിനെ ചെങ്കടൽ വെളുത്തിട്ട് രക്ഷപ്പെട്ടതിന് ശേഷം അത് ജൂതന്മാർ ആ ദിവസം മുന്നേ ഉണ്ടായിരുന്ന നോമ്പ് അങ്ങനെയാണെങ്കിൽ നബി അറിയണ്ടോ. പിന്നെ അറിഞ്ഞു വന്നപ്പോഴാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ 9 കൂടി നോക്കുന്നു. അപ്പൊ ഈ 9 കൂടി നോക്കുക എന്ന് പറയുന്നത് മുന്നേ അറിയാതെ ഇപ്പോഴല്ല അറിഞ്ഞിട്ടുള്ളൂ. അവകാശമാണ്. പക്ഷെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ചേർത്ത് എടുക്കണം. 9 ഇട്ടതിലാണെങ്കിൽ 11 മുഹറം 11 കൂടി അറിയുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജൂതന്മാർക്ക് സാമ്യം നോമ്പിന് നോമ്പ് നമുക്ക് എപ്പോഴും നോക്കാം. അത് നമ്മൾ സമർപ്പണം നോമ്പ് ദൈവത്തിലേക്കുള്ള പൊതുവാളും കർമ്മനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ലാതെ കേട്ടില്ല. ഈ മദ്രസകളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചില്ല അത്രേ ഉള്ളൂ. ജനയുദ്ധം കാര്യങ്ങൾ നടന്ന കാലം ഷബീം അലിയുന്നതല്ല. പക്ഷെ അത് എവിടെ പറയുന്നില്ല. ഇപ്പോഴാണ് മൊഴിയുടെ പറയാതെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് ഞങ്ങളെ ആൾക്കാർ പയ്യൻ പഠിച്ച ഏത് വിഭാഗം പഠിച്ച സൗകര്യം അതിൽ തൊഴിൽ സ്വാതന്ത്ര്യം സുഖീകരണം സ്വാതന്ത്ര്യം അവരുടെ മരണപ്പെട്ടത് അവരൊക്കെ സൗകര്യം അങ്ങനെ അതിൽ ആരും വെച്ചാൽ അവരൊക്കെ 2 മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലാണ് കൂടി എടുത്തത്. പക്ഷെ അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല അവിടെ. അതൊന്നും അതൊരു മിസ്റ്റേക്ക് കൊണ്ടുണ്ടായിരുന്നു. നമ്മളെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് അതാണ് അവര് ഷിയാക്ക് പറഞ്ഞത്. പക്ഷെ ഈ സത്യങ്ങളെ കാര്യം പറഞ്ഞാൽ ശരിയാണ്. പ്രശ്നം അതായാലും പറഞ്ഞാൽ ശരിയാവും. സ്മരണ കാലങ്ങളെ കണ്ടുപിടിക്കുന്നതാണ്. പലരെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുഖ്യം നാട്ടിൽ സമാധാനം കൊണ്ടല്ലാണ്. അതിനുശേഷം നമുക്ക് അന്വേഷണം പറഞ്ഞതാണ്. പക്ഷെ മുആവിയ ശരീരം സംഭവിച്ചില്ല. ഇപ്പൊ ഈ ക്ഷേത്രത്തെ പറഞ്ഞത് ക്ഷേത്രം ചെന്നാൽ ഈ ആ സങ്കടം കൊണ്ടാണ് ഞങ്ങൾ ഇതിലുണ്ടായിരുന്നില്ല എന്നുള്ളത് അവരെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത് മെയിനായിട്ട് കൊടുക്കുന്നത് എല്ലാവരുടെയും കൂടുതൽ കൊടുക്കുന്നത് നബി കഴിഞ്ഞിട്ട് അവർക്ക് അറിയുള്ളൂ. കാരണം നമ്മളൊക്കെ പഠിച്ചതാണ്. നബിനെ ഒഴിവാക്കിയിട്ട് അവരുടെ അലിനെ സ്നേഹിക്കണം കേട്ടുണ്ടോ. അങ്ങനെ പഠിപ്പിക്കുക. പക്ഷെ അത് നബി ഇല്ല അലിയാണ്. പക്ഷെ അതിനെ കുറിച്ച് പഠിച്ചാൽ അത് മുഹമ്മദ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന അലിയ്യ വലിയുള്ളാഹ്. കാരണം മുഹമ്മദ് കഴിഞ്ഞിട്ടൊന്നും അത് കഴിഞ്ഞിട്ടൊന്നും കാരണം നബി കുടുംബായതിന്റെ പേരിലാണ് അലിയുള്ളാഹ് സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിച്ചത് നബി കുടുംബം ഫാത്തിമ ഹസൻ പിന്നെ അബ്ബാസ് ബിൻ അലി അങ്ങനെ ആ ഒരു ഫാമിലി ശരിക്കും ആ ഒരു പാരമ്പര്യത്തെ സ്നേഹിക്കണമെന്ന് പറയാം. നമ്മള് മീലാദിനെയും മൗലൂദിനെ കണ്ടാൽ ആ പാരമ്പര്യം സ്നേഹിക്കുന്നതൊക്കെ. പക്ഷെ നമ്മൾ ഈ സ്ത്രീകൾ ചെയ്യുന്ന നബി പറഞ്ഞ ശൈലികളാണല്ലോ നബി പറയുന്ന നിസ്കാരം അതിന്റെ കാര്യങ്ങൾ പുണ്യ പൈസയാണ്. പക്ഷെ അവര് നബി പൈസയിലല്ല നോക്കുന്നത്. അതാണ് ഞാൻ ത്യാഗത്തിന്റെ പൈസയിലാണ് അവിടെ മാറി. നബി പറഞ്ഞത് പുണ്യ പൈസയാണ്. പാവങ്ങൾ പക്ഷെ അതൊക്കെ ഹദീസുകളാണ്. ഈ ഹദീസുകൾ എത്ര കുറെ ഹദീസുകൾ നബിനെ ഒരു പെൺകുട്ടികളാക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ കുറെ ആൾക്കാർ ആ ശരീരം 6 വയസ്സ് കഴിഞ്ഞ അങ്ങനത്തെ ഒരു ദിവസം ആ ഒരു ബേസിൽ പെട്ടപ്പോൾ ഓർക്കുന്നത്. ശരിക്കും ഇതിൽ നോക്കുന്ന നോക്കുക അന്ന് വെള്ളം കാര്യമൊന്നും കിട്ടിയില്ല. നബി പറഞ്ഞെന്ന് പറയപ്പെടുന്നത് പുണ്യത്തുണ്ട്. കാരണം ഈ ഒരു പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഭാഗ്യം കൂടി അവർ ഓർമ്മിക്കണം എന്നുള്ളത് ഒട്ടുമിക്കത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ കർബലിനെ കുറിച്ചിട്ടാണ് ഒരാൾ സംസാരിച്ചത്. പ്രസംഗം ഉണ്ടാവും, പ്രസംഗമുണ്ട്. പക്ഷെ യസീദ് മുതലാണ് അവർ പ്രസംഗിക്കുന്നത്. യസീദിന്റെ കുറ്റം ഞാൻ കേട്ട ഒട്ടുമിക്ക വീഡിയോസ് എടുത്തു. യസീദാണ് കുറ്റക്കാരൻ. ഭരണ ഏൽപ്പിച്ച മാറി കുറ്റക്കാരനല്ല, അതിന്റെ ബാക്കിൽ കൊണ്ടൊരു കുറ്റക്കാരല്ല. അവിടെ അതാണ് ഒരു ചരിത്രം തന്നെ നമുക്ക് ബാക്കിൽ മറന്നിരിക്കുന്നത്. എനിക്കെന്താ കാരണം സുന്നികളുടെ ആശയങ്ങളോട് പോകുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ട്. നബി ഇന്ത്യക്ക് നബി തട്ടിയെടുത്തതാണ് ബാക്കി അരിക്കിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം തന്നെ കേട്ടിട്ടുണ്ട്. ജിബിലിന് ആള് മാറി കൊടുത്ത് അങ്ങനത്തെ കുറെ സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര തെറ്റാണ്. നബി കുടുംബം വിഷയമാണ്. അവർക്കിപ്പോഴും അറിയാം ഈ കർബല കാര്യങ്ങൾ.
എന്തായാലും രണ്ട് ടീമാണെങ്കിലും അങ്ങനെ പറയാം. ഒന്ന് ആശയം പുണ്യത്തിന്റെ നബിയുടെ സ്വർഗം പിൻപറ്റുന്നു. ഒരു പറഞ്ഞ ത്യാഗം ചരിത്രം ആ ഒരു ആശയമാണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കിഷ്ടം ഈ ത്യാഗം ചരിത്രം, അത് അറിയിക്കാൻ നമുക്ക് ഇഷ്ടം. ഇത് സ്വർഗം ഇതൊക്കെ നല്ലതന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതൊക്കെ ഒരു ബേസിൽ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് മേടിച്ചൊരു ത്യാഗം കൊണ്ട് പറ്റും. നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്ന ഒരു ത്യാഗം അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയുന്ന അന്നതാണ് ഞങ്ങൾ സംസാരിച്ചത് വിഷയം. അല്ല അത് ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. നമ്മളെ കാര്യങ്ങൾ പറയാൻ കാരണം ഒരാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാനുള്ള വിവരം ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വന്തമായിട്ട് ആശയങ്ങൾ എന്താണ്, എനിക്കെന്ത് വേണം എന്നൊക്കെ കാര്യങ്ങളുള്ള അവകാശം പഠിച്ച് മനസ്സിലാക്കുക. അത്രയും ഒരാൾ പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ല. ചെറിയ പഠിക്കാൻ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു വരും. അതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. അപ്പൊ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ക്ലിയർ ആയി ഞാൻ അങ്ങോട്ടും ക്ലിയർ ആയി